2 ശമൂവേൽ 8:11 ഇവിടെ വായിക്കുകയാണ്, ദാവീദ് താൻ കീഴടക്കിയ സകല ജാതികളുടെ പക്കൽ നിന്നും കൊള്ളയിൽ നിന്നും എടുത്ത് വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടി യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു, പ്രതിഷ്ഠിച്ചു. താൻ ഏതെല്ലാം ദേശങ്ങളെയാണോ കീഴടക്കിയത്, കീഴടക്കിയ ശേഷം അവിടെ കൊള്ളയിട്ട് കിട്ടിയതായ പൊന്നും വെള്ളിയും അവയൊന്നും തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയില്ല. മറിച്ച് എന്താണ് ചെയ്തത്? യഹോവയ്ക്ക് അത് പ്രതിഷ്ഠിച്ചു, സമർപ്പിച്ചു. കുതിരകളുടെ വിഷയത്തിൽ ജാഗ്രത വഹിച്ചു. അധികമായി കുതിരകളെ നേടുവാനിടയായില്ല. പൊന്നിന്റെയും വെള്ളിയുടെയും കാര്യത്തിൽ ജാഗ്രത വഹിച്ചു. അധികമായിട്ട് പൊന്നും വെള്ളിയും തനിക്ക് വേണ്ടി കൂട്ടിവെക്കുവാനൊന്നും ഇടയായില്ല. ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചു. അതേ സമയത്ത് ദൈവത്തിന്റെ കൽപ്പനയുണ്ടായിരുന്നു, നീ രാജാവായ ശേഷം അധികമായി ഭാര്യമാരെ നീ സ്വന്തമാക്കുവാൻ പാടില്ല. ഇവിടെ ദാവീദിന് കൺട്രോൾ നഷ്ടപ്പെട്ടു. കൽപ്പന ലംഘനമാണ് പാപം. ദൈവം പറയുന്നത് ചെയ്യാതിരിക്കുന്നതാണ് പാപം. ദാവീദിന് തോന്നുകയാണ്, താൻ രാജാവായിരിക്കുന്നതുകൊണ്ട്, രാജ്യത്തെ പരിപാലിക്കുന്നതുകൊണ്ട്, സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ചാൽ അതിലെന്താണ് തെറ്റ്? ദൈവജനത ശ്രദ്ധിക്കുക. നിനക്കെന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ, എന്തെങ്കിലും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹമുണ്ടാവുകയാണെങ്കിൽ അത് നിനക്ക് നിന്റെ ദൃഷ്ടിയിൽ നല്ലതായി തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് നല്ലതാകണം എന്നില്ല. സദൃശവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, മനുഷ്യന് ഒരു വഴി ചൊവ്വായിട്ട് തോന്നുന്നു, എന്നാൽ അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ദാവീദ് ചിന്തിച്ചു കാണും, താൻ രാജാവായിരിക്കുന്നതുകൊണ്ട്, രാജ്യത്തെ പരിപാലിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭാര്യമാരും മക്കളുമുണ്ടെങ്കിൽ അത് രാജ്യത്തിന് കൂടുതൽ സമൃദ്ധിക്കും ബലത്തിനും കാരണമാകുമെന്ന്. അങ്ങനെ താൻ വിചാരിച്ചുകൊണ്ട് അനേകം ഭാര്യമാരെ താൻ തിരഞ്ഞെടുക്കുവാനിടയായി. എന്നാൽ അവന്റെ ജീവിതത്തിൽ ആ എടുത്ത തീരുമാനം നല്ലതായിട്ട് ഭവിച്ചില്ല. അങ്ങനെ സ്ത്രീകളുടെ മേലുള്ളതായ മോഹം കൊണ്ട് ഒരു ദിവസം ദാവീദിന്റെ ജീവിതത്തിൽ പതനം സംഭവിച്ചു, വീണുപോകുവാനിടയായി. എപ്പോഴാണോ നമ്മൾ ദൈവവചനത്തോട് അശ്രദ്ധ കാണിക്കുന്നത്, ദൈവവചനത്തെ പരിഗണിക്കാതെ ദൈവവചനത്തെ തള്ളിക്കളയുന്നത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിന് മറുവില കൊടുത്തേ മതിയാകൂ. കുതിരകളുടെ വിഷയത്തിൽ ജാഗ്രത വഹിച്ചവൻ, പൊന്നിന്റെയും വെള്ളിയുടെയും കാര്യത്തിൽ സൂക്ഷ്മത വഹിച്ചവൻ. ഇവയെക്കാളെല്ലാം ശ്രേഷ്ഠമായി പരിപാലിക്കേണ്ട വിഷയം ഏതാണെന്നറിയാമോ? തന്റെ ശരീര വിഷയമായിരുന്നു. ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരുവാൻ ഇടയാകും. ഒന്ന്, ദാവീദ് ഗോലിയാത്തിനെ കൊന്നു. ശരി. 2, ദാവീദ് ബത്ശേബയുമായി വ്യഭിചാരം ചെയ്തു. ശ്രദ്ധിക്കുക. പുറത്തുണ്ടായിരുന്ന വലിയ ശത്രുവായിരുന്ന ഗോലിയാത്തിനെ കീഴടക്കുവാൻ കഴിഞ്ഞു. എന്നാൽ തന്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം, മോഹമെന്ന ശത്രുവിനെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. സഹോദര സഹോദരി, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അധപ്പതനം കൊണ്ടുവരുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തെ താറുമാറാക്കിക്കളയുന്നത്, നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്നത്, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ളതായ മോഹമാണ്. നിന്നിൽ ഉണ്ടായിരിക്കുന്നതായ ഇച്ഛകളാണ്, നിന്നിൽ ഉണ്ടായിരിക്കുന്നതായ പാപം നിറഞ്ഞ സ്വഭാവമാണ് നിന്നെ വീഴിക്കുന്നത്. പുറത്തുണ്ടായിരുന്ന ഗോലിയാത്തിനെ കൊല്ലുവാൻ കഴിഞ്ഞു, എന്നാൽ തന്റെ അകത്തുണ്ടായിരുന്ന ഗോലിയാത്തിനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. പുറത്തുണ്ടായിരുന്നതായ 1000 ഫെലിസ്ത്യരെ ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് ശിംശോന് കൊല്ലുവാൻ കഴിഞ്ഞു, എന്നാൽ ഉള്ളിലുണ്ടായിരുന്നതായ, തന്റെ ജഡത്തിലുണ്ടായതായ മോഹത്തിനെ ശിംശോന് നിയന്ത്രിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. വേദപുസ്തകത്തിൽ പറയുന്നു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സുബോധത്തിന്റെ, ഇന്ദ്രിയജയത്തിന്റെ ആത്മാവാണ്, സെൽഫ് കൺട്രോൾ. ഇന്ന് നമ്മിൽ എത്ര പേർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ട്? ആഗ്രഹങ്ങളുടെ മേലുള്ള കൺട്രോൾ, ആശകളുടെ മേലുള്ള കൺട്രോൾ, ജഡത്തിൽ ഉണ്ടാകുന്നതായ മോഹങ്ങളുടെ മീതെയുള്ളതായ കൺട്രോൾ എത്ര പേർക്കുണ്ട്? ദയവുചെയ്ത് ശ്രദ്ധിക്കൂ. ഇന്നുള്ള പല ആൺകുട്ടികളും പെൺകുട്ടികളും നിയന്ത്രണമില്ലാതെയാണ് ജീവിക്കുന്നത്. അവരുടെ ചിന്തകളിൽ നിയന്ത്രണമില്ല, അവരുടെ ആലോചനകളിൽ നിയന്ത്രണമില്ല, അവരുടെ ഇഷ്ടങ്ങൾക്ക് കൺട്രോളില്ല. കൺട്രോളില്ലാതെ മേച്ഛകരമായ രീതിയിലാണ് പലരും ജീവിക്കുന്നത്. ഏത് പാപപ്രവർത്തികൾ ചെയ്യുവാനും മടി കാണിക്കുന്നില്ല. കാരണമറിയാമോ? അവർ കാണുന്ന ദൃശ്യങ്ങൾ അങ്ങനെയുള്ളതാണ്.
മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഇന്ദ്രിയജയത്തെക്കുറിച്ച് വളരെ വ്യക്തമായും ലളിതമായും നീ സംസാരിക്കുവാൻ ഇടയായല്ലോ. കർത്താവെ, ഞങ്ങൾ പുറമേ ബലമുള്ളവരായിരിക്കാം, ശക്തരായിരിക്കാം. 1000 ആളുകളെ കൊന്നവനായ ശിംശോന് തന്റെ ശരീരത്തിലുണ്ടായിരുന്നതായ മോഹത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. ഗോലിയാത്തിനെ കൊന്നവനായ ദാവീദിന് തന്റെ ശരീരത്തിലുണ്ടായതായ ആ മോഹത്തെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. രാജ്യത്തെ പരിപാലിക്കുന്ന വിഷയത്തിൽ തന്നോട് തുലനം ചെയ്യുവാൻ ആരുമില്ല എന്ന് കരുതിയ ശലോമോന് തന്റെ സ്വന്തം ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇവരെക്കുറിച്ചെല്ലാം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ സൂക്ഷ്മത വഹിക്കാനാണ്. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളിൽ പോലും അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ചിന്തകളിൽ പോലും അശുദ്ധി വരാൻ പാടില്ല. ഞങ്ങളുടെ നോട്ടത്തിൽ അശുദ്ധി ഉണ്ടാകുവാൻ പാടില്ല. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ഞങ്ങളുടെ ഇടപാടുകളിൽ ഒന്നും അശുദ്ധി ഉണ്ടാകുവാൻ പാടില്ല. അതിനുള്ള കൃപയും അതിനുള്ള ആത്മീയതയും അങ്ങനെയുള്ള ഇന്ദ്രിയ ജയവും സെൽഫ് കൺട്രോളും നിന്റെ കൃപയിൽ കൂടി, നിന്റെ കരുണയിൽ കൂടി, നിന്റെ സഹായത്തിൽ കൂടി ഇന്ന് പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്ന സകല വ്യക്തികൾക്കും കൊടുക്കണമേ. വിശുദ്ധിയോടുകൂടി ജീവിക്കാനാണ് നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന സത്യം മറക്കാതെ ജീവിക്കാൻ കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാ.